What is up people? ഞാൻ ഇന്നൊരു സൂപ്പർമാനെ പോലെ ഫീൽ ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഈ ടീഷർട്ട് കൊണ്ടല്ല, ആക്ച്വലി നമുക്ക് ലോകത്തിലെ തന്നെ ആദ്യത്തെ 4 ക്യാമറയുള്ള ഫോണാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സാംസങ് ഗാലക്സി A9. മലയാളത്തിൽ ഇതിനു മുമ്പ് ആരും ദാറ്റ് ഈസ് നമ്മുടെ ഗാലക്സി A9ന്റെ റിവ്യൂ പോലും കേട്ടില്ല. ആൻഡ് ഫ്രണ്ട്സ്, ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ സെല്ലുലാർ വേൾഡ്. അവരാണ് നമുക്ക് ഈ ഫോൺ ദാറ്റ് ഈസ് സാംസങ് ഗാലക്സി A9 റിവ്യൂവിന് തന്നത്. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണും. കിടക്കുന്ന ഒരു സംഭവം ഞാൻ അവസാനം പറയാം. ഗൈസ്, അങ്ങ് പോയേക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A9. ഇതൊരു വൈറ്റ് ബോക്സിലാണ് വരുന്നത്. ഇത് 2 വേരിയൻറ്റുകളിലാണ് വരുന്നത്. ദാറ്റ് ഈസ് 6GB വെർഷനും 8GB വേരിയൻറ്റ്. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കണം എന്ന് പറഞ്ഞാൽ 6GB റാമും അതുപോലെ തന്നെ 128GB ഇൻറ്റൽ മെമ്മറിയുള്ള വേർഷനാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 36,990, അഥവാ 37,000 എന്ന് വേണമെങ്കിൽ പറയാം. ഓൾസോ ഇറ്റ് ഈസ് പവർഡ് ബൈ Snapdragon 660. Whoa man. And guys, now we are gonna cut this bad boy with this bloody damn knife. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കിതാണ് കാണാൻ കഴിയുന്നത്. ബാക്കിലായിട്ട് ഒരു സിം ഇജക്ടർ ടൂളും അതിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ബമ്പർ കേസും അതുപോലെ തന്നെ ക്യൂക്ക് സ്റ്റാർട്ട് ഗെയിനും കാണാം. എന്തായാലും അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അതെടുത്ത് നമുക്ക് ദൂരെ കളഞ്ഞേക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കില്ലർ ഫോണാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല കേട്ടോ. ലുക്ക് തന്നെ നോക്കിയേ. എന്തായാലും നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ അങ്ങ് കളഞ്ഞേക്കാം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി കാണാൻ പറ്റത്തുള്ളൂ. വോ മാൻ, എൻ്റെ പൊന്ന് ഗൈസ്, ഇതിൻ്റെ ലുക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ഒറ്റ ഓട്ടത്തിൽ തന്നെ നമ്മൾ വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് ബ്ലഡി ഫോൺ മാൻ. അങ്ങനെ തന്നെ പറയാം, കാരണം അങ്ങനത്തെ കില്ലർ ലുക്സും ഫിനിഷിങ്ങും ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് പർട്ടിക്കുലർ കളർ ഈസ് നോൺ ആസ് ലെമനേഡ് ബ്ലൂ. എന്തായാലും സാംസങ്ങുകാർ നല്ലൊരു കളറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലെമനേഡ് ബ്ലൂ. എനിവേ വി ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ദാറ്റ് ഈസ് 9V at 1.67 amps. ദെൻ ഒരു USB Type-C. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ആൻഡ് ആസ് യൂഷ്വൽ ഒരു ഹെഡ്സെറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ്ങുകാരുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഹെഡ്സെറ്റ് തരും കേട്ടോ എല്ലാ ഫോണിൻ്റെ കൊടുത്ത്. അതുകൊണ്ട് നല്ല കാര്യമാണ്. ആൻഡ് ഇനി ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് സ്ക്രീനാണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ മുകളിലായിട്ട് സിം ട്രേയും ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാൻ കഴിയുന്നതാണ്. എന്തായാലും നമുക്ക് സിം ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഹൈബ്രിഡ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം. വോ ഗൈസ്, ആക്ച്വലി ഹൈബ്രിഡ് അല്ല കേട്ടോ, ഡെഡിക്കേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് സെയിം ടൈം 2 സിമ്മും മെമ്മറി കാർഡും ഇടും. ഇപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കാരണം 128GB ആണ് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ട് ലഭിക്കുന്നത്. ദെൻ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ഓൺ ഓഫ് ബട്ടണും കാണാൻ കഴിയുന്നത്. താഴത്തായിട്ട് സ്പീക്കറും അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോണും 3.5mm ഹെഡ്ഫോൺ ജാക്കും ഒരു USB Type-Cയും കാണാൻ കഴിയും. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ടെന്ന് പറഞ്ഞാൽ ബിഗ്സ്ബിയുടെ ബട്ടണാണ്. അത് കൈൻഡ് ഓഫ് ഒരു അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ ബാക്കിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും 4 ക്യാമറ സെറ്റപ്പും ഒരു LED ഫ്ലാഷും കാണാം. ഓ മാൻ, ക്യാമറ സെറ്റപ്പാണ് ഹൈലൈറ്റ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ 24 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ടാ, ഇറ്റ്സ് ഡൺ. ആക്ച്വലി ഞാൻ സ്കിപ്പ് ചെയ്തു, അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നായത്. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് സാംസങ്ങിൻ്റെ യൂഷ്വൽ അഥവാ ടിപ്പിക്കൽ UI ആണ് ലഭിക്കുന്നത്. ആൻഡ് കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നതാണ്. ദെൻ മുകളിൽ നിന്ന് താഴത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഇത്തിരി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ NFC കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. ആക്ച്വലി ഗ്രേറ്റ് തിങ് എന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്. ഓ മാൻ, ഞാൻ ഓർത്തില്ല കേട്ടോ ഡോൾബി അറ്റ്മോസ് കിട്ടുമെന്ന്. മ്യൂസിക് ലവേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒന്നാണ്. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഇവിടെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ വേർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Android 8.0 Oreo ആണ്. അതുപോലെ തന്നെ നമുക്ക് Android പൈലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 128GB നമുക്ക് 108GB അവൈലബിൾ ആണെന്നാണ്. അതെന്തായാലും അത്രയൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. എന്തായാലും 108GB ഒക്കെ ധാരാളമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് സെൻസറിൻ്റെ കാര്യം ഓർത്ത് ആരും പേടിക്കേണ്ട, എല്ലാവരും ഈ ഒരു ഫോണിനകത്ത് കുത്തി കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഞാൻ ഓർത്ത് ഈ ഫോണിനെല്ലാം വെയിറ്റ് ആയിരിക്കുന്നു. വേറെ ഒന്നല്ല, 4 ക്യാമറാസ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത്തിരി വലുതാണ് കേട്ടോ, അപ്പോൾ ഹെവി ആണെന്നാണ് ഓർത്തത്. ബട്ട് സർപ്രൈസിംഗ്ലി ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, സൂപ്പറാണ്, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ്. ദെൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിറ്റി ഡീസൻ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ, കറക്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദെൻ അബൌട്ട് ദ ബാറ്ററി, ഇവിടെ നമുക്ക് 3800 mAh ആണ്. ദാറ്റ് ഈസ് നമുക്ക് ബാറ്ററി അവൈലബിൾ ആയിട്ടുള്ളത്. 1 day ഒക്കെ എന്തായാലും പുട്ട് പോലെ നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. പിന്നെ ഓൾസോ ഇതൊരു LED സ്ക്രീൻ ആയതുകൊണ്ട് വലുതായിട്ട് ചാർജ് ഒന്നും ഇതുപോലെ വലിക്കത്തൊന്നുമില്ല. ഓക്കെ, നൗ ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ ക്യാം നോക്കാം. ആസ് ഐ ടോൾഡ് യു, ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കോഡ് ക്യാമറ ഫോൺ, അഥവാ 4
ക്യാമറയുള്ള ഫോൺ. ഓ മാൻ, ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 24 മെഗാ പിക്സലാണ്. സെക്കൻഡായിട്ട് ഒരു വൈഡ് വിഷൻ ക്യാമറ ഉണ്ട്, അതിനെന്ന് പറഞ്ഞാൽ 8 മെഗാ പിക്സലാണ്. ദെൻ സൂമിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10 മെഗാ പിക്സലിൻ്റെ ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി ഡെപ്ത് സെൻസിന് വേണ്ടിയിട്ട് ഒരു 5 മെഗാ പിക്സൽ. ഓക്കെ, സോ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് ക്യാമറ മോഡ്. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ വൈഡ് മോഡ്, നമുക്ക് വൈഡായിട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാം. ആൻഡ് ഇതാണ് 2xൻ്റെ ടെലിഫോട്ടോ സൂം, ദൂരെയുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് നൈസായിട്ട് അങ്ങ് സൂം ചെയ്യാം. ആൻഡ് ഈ ഓപ്ഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആകുന്നതാണ് വൈൽ ടേക്കിംഗ് ഫോട്ടോസ്. ആൻഡ് ഗൈസ് നെക്സ്റ്റ് ആയിട്ട് ഇതിനകത്ത് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും നമുക്ക് കാണാം. നമ്മൾ സാംസങ് ഗാലക്സി A9 ഫ്രണ്ട് ക്യാമിലിട്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഹയസ്റ്റ് റെസൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതുപോലെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ജഡ്ജ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമിലാണ്, ദാറ്റ് ഈസ് അൾട്രാ HD ഇട്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചേച്ചിയായിട്ട് വരും, ഇപ്പോൾ ചേച്ചിയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് നമ്മുടെ ഗാലക്സി A9 ബാക്ക് ക്യാമിലെ റയർ ക്യാംസിലെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലപോലെ കിട്ടണുണ്ടാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും പോയേക്കാം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഈ ഒരു ഫോൺ എങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിക്കോ അതുപോലെ തന്നെ വീഡിയോഗ്രാഫിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്കാണ് ഈ ഒരു ഫോൺ വളരെയധികം യൂസ്ഫുൾ ആകുന്നത്. കാരണം മൈൻഡ് ബ്ലോയിങ് കില്ലർ ഡ്യൂഡാണിത്. ഒരു രക്ഷയില്ലാത്ത കില്ലർ ക്യാമറാസ് ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ അമ്മ സത്യമായിട്ട് പറഞ്ഞല്ലോ, പേഴ്സണലി ഞാൻ കുറേ ഫോൺസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല കിടിലൻ ക്യാംസ് ഞാൻ ആദ്യമായിട്ട് കാണണം. പുറത്തേക്ക് 4 ക്യാമറയും നമുക്ക് സൂം ചെയ്തൊക്കെ പൊട്ടാതെ തന്നെ നമുക്ക് നൈസായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ദൂരത്തുനിന്ന് വല്ല സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാനൊക്കെ പറ്റും. ഒളിഞ്ഞു നോക്കല് കേട്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ തന്നതെന്ന് പറഞ്ഞാൽ സെല്ലുലാർ വേൾഡ് ആണ് റിവ്യൂവിന് വേണ്ടിയിട്ട്. അവരെക്കുറിച്ച് പറയാതിരിക്കാൻ വലുതാണ്, അവർ ശരിക്കും വലുതാണ്. ആക്ച്വലി അവരുടെ ബിൽഡിംഗ് വലുതാണെന്നല്ല ഉദ്ദേശിച്ചത്. അവർ കിടുക്കൻ കമ്പനിയാണ്, അവരുടെ സർവീസ് പൊളിയാണ്. പിന്നെ വേറൊരു കിടിലൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുറേ ഷോപ്പുണ്ട്. എന്നാലും മാർക്കറ്റിൽ ന്യൂ ആയിട്ട് കുറേ ഫോൺസൊക്കെ ഇറങ്ങുമല്ലോ. പക്ഷേ നമ്മുടെ സെല്ലുലാർ വേൾഡിലായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് ഫോൺ വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കടയിൽ പോയി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ നേരെ സെല്ലുലാർ വേൾഡിലോട്ട് പോവാം. ഫ്ലിപ്കാർട്ടിൽ വരുന്ന സാധനമൊക്കെ ഇല്ല, ആ സമയത്ത് തന്നെ അവരുടെ കടയിലും കയറും. അപ്പോൾ അവരുടെ കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ പിന്നെ ദിസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നമ്മുടെ സെല്ലുലാർ വേൾഡ് ബഡീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഓഫർ വന്നിരിക്കുകയാണ്. ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സാംസങ് ഗാലക്സി A9 എടുക്കണമെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി 4000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. കോംപ്ലിക്കേറ്റഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ കൺഫ്യൂസ് ആയി കാണുമായിരിക്കും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങളൊരു 15000 രൂപയുടെ ഫോണാണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും സെക്കൻഡാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ആ ഫോണിൻ്റെ ഈ നമ്മൾ ദാറ്റ് ഈസ് A9 എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ കിട്ടും, ദാറ്റ് ഈസ് നിങ്ങളുടെ ഫോൺ കിട്ടുന്ന ആ കടയിൽ കൊടുക്കുക. എന്നിട്ട് വേണം എനിക്കിങ്ങനെ A9 എടുക്കണം. അപ്പോൾ അവർ അതിനൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 15 രൂപയുടെ ഫോൺ അവർ കുറച്ചാൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് സെക്കൻഡ് ആവുമല്ലോ. അപ്പോൾ ഒരു 10 രൂപ വിലയിട്ട് ആ ഫോൺ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു 4000 രൂപ സിൽവർ വേൾഡുകാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ഇത് റേറ്റ് എങ്ങനെ 14 രൂപയായ. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ഫോൺ എടുക്കാം, അല്ലെങ്കിൽ EMI രീതിക്ക് നിങ്ങൾക്ക് സാംസങ് ഗാലക്സി A9 എടുക്കാം. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറാണ്. നമ്മുടെ സെല്ലുലാർ വേൾഡ് ബഡീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അത് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ മാത്രം ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ ഒരു കിടിലൻ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫോൺ അപ്ഗ്രേഡേഷൻ പ്ലാൻ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റുള്ള നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫീൽ ഫ്രീ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ്
ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. പിന്നെ നൈസായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സൈഡിലുള്ള ബെല്ലൈക്കൺ നൈസായിട്ട് അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു. ബൈ.